ഹായ്, ചെമ്പനീർപ്പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ സച്ചിയും രേവതിയും പ്രശ്നങ്ങളൊക്കെ സോൾവായി. രേവതിയെ കണ്ടതിൽ വളരെയധികം സന്തോഷത്തിലും സമാധാനത്തിലുമാണിപ്പോൾ സച്ചി ഉള്ളത്. പിന്നീടാണ് രേവതി അറിയുന്നത് സച്ചിക്കെതിരായി ശരത്ത് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്ത വിവരം. അങ്ങനെ പ്രൊമോയിൽ ആദ്യം കാണിക്കുന്നത് രേവതി നേരെ രേവതിയുടെ വീട്ടിൽ പോയിട്ട് ശരത്തിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. നീ എന്തിനാടാ പോലീസ് സ്റ്റേഷനിൽ സച്ചിയേട്ടനെതിരെ കംപ്ലൈൻറ്റ് കൊടുത്തത് എന്ന്. അന്നേരം ശരത്ത് പറയുകയാണ്, അത് ഞാൻ വെറുതെ കൊടുത്തതല്ല. ചേച്ചിയെ കാണാതിരുന്നപ്പോൾ അയാൾ ചേച്ചിയെ അടിക്കുകയോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതി. അയാളൊരു കള്ളുകുടിയനല്ലേ എന്നൊക്കെ പറയുമ്പോൾ രേവതിക്ക് ആകെ ദേഷ്യം പിടിക്കുന്നുണ്ട്. എന്നിട്ട് രേവതി പറയുന്നുണ്ട്, നീ എൻ്റെ മുഖത്ത് നോക്കി കള്ളം പറയണ്ട. എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല സച്ചിയേട്ടൻ്റെ പേരിൽ പരാതി കൊടുത്തത്. നിനക്ക് സച്ചിയേട്ടനോട് ഭയങ്കര ദേഷ്യമാണ്. അതുകൊണ്ടല്ലേ നീ സച്ചിയേട്ടനെതിരെ പരാതി കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ ശരത്ത് ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തി നിൽക്കുകയാണ്. രേവതി എന്നിട്ട് പറയുന്നുണ്ട്, ദേ ശരത്തെ, എനിക്ക് നിന്നോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനി നീ സച്ചിയേട്ടനെതിരെ കളിക്കാൻ വരരുത്. നീ എൻ്റെ അനിയനായതുകൊണ്ട് മാത്രമാണ് സച്ചിയേട്ടൻ നിന്നെ വെറുതെ വിട്ടത്. ഇനിയും നീ ആൻ്റണിയുടെ കൂടെ ചേർന്ന് സച്ചിയേട്ടനെ ഉപദ്രവിക്കാനാണ് ഭാവമെങ്കിൽ ഞാൻ എൻ്റെ അനിയനാണ് നീ എന്ന കാര്യം അങ്ങ് മറക്കും. ഞാൻ സച്ചിയേട്ടനോട് പറയും നിന്നെ വേണ്ട രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ. ഏതായാലും അത് കേട്ട ശരത്തിന് കുറച്ച് പേടിയൊക്കെ ആകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ആൻ്റണിയെയാണ്. ശരത്ത് അവിടേക്ക് വന്ന് ആൻ്റണിയോട് പറയുന്നുണ്ട്, നമുക്ക് സച്ചിയേട്ടൻ്റെ കാര്യം വിട്ടേക്കാം. സച്ചിയേട്ടനെതിരായിട്ട് ഇനി ഒന്നും ചെയ്യണ്ട. അത് പക്ഷേ ആൻ്റണിക്ക് അത്ര പിടിക്കുന്നില്ല. ഭയങ്കര ദേഷ്യത്തിലും പകയിലും തിരിഞ്ഞു നിന്ന് നോക്കുന്ന ആൻ്റണിയെ കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത്. താങ്ക്